കിടിലൻ ഫാം വിസിറ്റ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ ചാവക്കാട് പഞ്ചവടിയിൽ വരുന്ന ഫാം വില്ലയാണ്. ഒരു കിടിലൻ പ്ലേസ് തന്നെയാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ആനിമൽസും ബേർഡ്സും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. കൂടാതെ കഴുതയ്ക്കും ഒട്ടകത്തിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവിടെ ഉണ്ട്. അവിടെ ക്യാരറ്റൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് തരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. മിക്ക സൂകളിലും നമ്മൾ പോകുമ്പോൾ എല്ലാം കൂടിനകത്തായിരിക്കും. നമുക്കൊന്നും നല്ലപോലെ കാണാനോ തൊടാനോ ഒന്നുള്ള പെർമിഷൻ ഉണ്ടാവില്ല. ഇവിടെ എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെയാണ് നമുക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ. ബേർഡ്സിനെ അല്ലെങ്കിൽ അക്രമ സ്വഭാവമുള്ളതിനെ മാത്രമാണ് കൂടിനകത്ത് വെച്ചിട്ടുള്ളത്. ബാക്കി മിക്കതിനെയും ഇതുപോലെ പുറത്തൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കതിനൊക്കെ ഇതേപോലെ തൊട്ട് തലയോടി തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. പലതരത്തിലുള്ള ആടുകൾ, എല്ലാം വെറൈറ്റി ഐറ്റംസുകളാണ്. ആടുകൾ, അതേപോലെ കിളികൾ, താറാവുകൾ, അങ്ങനെ പലതിനെയും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഒരു വലിയ ഏരിയ എന്നൊന്നും അവിടെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ച് ചെറിയൊരു സെറ്റപ്പ് ആണെങ്കിൽ തന്നെ അവിടെ ഒരുപാട് ഐറ്റംസുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പല ആനിമൽസിനെ നമുക്ക് ഇതുപോലെ മേത്തൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉള്ള ഒരു പെർമിഷനൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അതിനൊക്കെ പേടിയാണ് കേട്ടോ. ഞാൻ ഇതുപോലെ നടന്ന് ഇങ്ങനെ വീഡിയോസ് എല്ലാം എടുക്കുക എന്നല്ലാതെ മേല് തൊട്ടിട്ടുള്ള കളിയൊന്നുമില്ല. എനിക്കത് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ പലതരത്തിലുള്ള പൂച്ചകളുണ്ട്. ഒട്ടും രോമമില്ലാത്തൊരു പൂച്ചയാണ് കിടക്കുന്നത്. എന്ത് ക്യൂട്ടാണ് അതിനെ കാണാനെന്നറിയോ. അങ്ങനെ പലതരത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ പോലും കാണാത്ത തരത്തിലുള്ള ഒരുപാട് ആനിമൽസ് ഉണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. കാരണം വെറും പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ടി വിയിലോ ഫോണിലോ ഒക്കെ കാണുന്ന തരത്തിലുള്ള ആനിമൽസും ബേർഡ്സൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇതുപോലെ തൊട്ട് നോക്കി അവർക്ക് ഓരോ മൃഗത്തിൻ്റെയും പേരുകളൊക്കെ പഠിക്കാനും അതിൻ്റെ സ്വഭാവ സവിശേഷതകളൊക്കെ പഠിക്കാനും എല്ലാത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പലതരത്തിലുള്ള പാമ്പുകൾ, കുഞ്ഞു കുഞ്ഞു എലികൾ, അങ്ങനെ പാമ്പിനെ പോലും നമുക്ക് തോളത്തെടുത്ത് വെച്ചിട്ട് നിൽക്കാനുള്ള ഒരു ഇതുണ്ട്. ചെറിയ കുട്ടികൾ പോലും ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും കേട്ടോ. 150 രൂപയാണ് ഇതിൻ്റെ എൻട്രി ഫീസ് വരുന്നത്. 150 രൂപക്ക് നമുക്ക് വേർത്ത് തന്നെയാണ്. കാരണം ഒരുപാട് ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. എന്ത് ക്യൂട്ടാണല്ലേ. അതിന് ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മിക്ക ആളുകളും കൈകളിലും തലയിലും ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കും കുട്ടികൾക്കൊക്കെ പേടിയായതുകൊണ്ടാണ് അതിന് നിൽക്കാതിരുന്നത്. പിന്നെ 8 കാല്, കുഞ്ഞു കുഞ്ഞു തവളകൾ, അതുപോലെ കോഴികൾ, വെറൈറ്റി ആയിട്ടുള്ള കോഴികളാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുക. പിന്നെ പ്രാവിൽ തന്നെ ഒരുപാട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രാവുകൾ, അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. നമുക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഏരിയാസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതായത് വലിയൊരു സെറ്റപ്പ് അല്ല എങ്കിൽ കൂടെ ഉള്ളതെല്ലാം അടിപൊളി സാധനങ്ങളാണ് അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. നമുക്ക് നല്ല ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാം തന്നെയാണ്. ചുറ്റുഭാഗം നല്ല പച്ചപ്പും അതേപോലെ അവർ ഗാർഡനിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈജീനായിട്ടാണ് അവർ എല്ലാ ഭാഗവും സൂക്ഷിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എല്ലാ ഭാഗവും ഉള്ളത്. നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചൂട് സമയമാണ് അങ്ങനെ ഒന്നും തോന്നില്ല. കാരണം ചുറ്റുഭാഗം മരങ്ങളും ചെടികളും എല്ലാം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല തണലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിസിറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. കൂടുതലും തിരക്കുള്ളത് ഈ ഒരു ഭാഗത്താണ്. ബേർഡ്സിന് ഫീഡ് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഒന്നുകൂടെ തിരക്കുള്ളത്. അത് ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്, ബേർഡ്സിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പാമ്പുകളൊക്കെ ഇതുപോലെ മേത്തൊക്കെ വെക്കുമ്പോൾ കുഞ്ഞു കുട്ടികൾ പോലുമാണ് അത് ചെയ്യുന്നത്. ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരെ നിന്ന് വരെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ട് പോലും നമ്മൾ അവിടെ എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് ഇതുപോലെ കോഴികൾ, നല്ല ഭംഗിയില്ല ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. പല കളേഴ്സിലാണ് ഇത് വരുന്നത് കേട്ടോ. അതിനൊക്കെ നമുക്കിതുപോലെ കയ്യിൽ എടുത്ത് വയ്ക്കാനും ഒക്കെയുള്ള ഒരു പെർമിഷൻ ഉണ്ട്. കുട്ടികൾക്കൊക്കെ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ തന്നെ
പറ്റും. ഫുൾ പച്ചപ്പാണ് അതിനകത്തുള്ളത്. നല്ലൊരു ഏരിയയിലാണ് അവരിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും വന്നിരുന്ന് സംസാരിക്കാനും എല്ലാത്തിനും പറ്റിയിട്ടുള്ള ഒരു ഭാഗം കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.